നമുക്ക് അലീനയുടെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഒക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീന തന്റെ സഹോദരിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ രോഹിത്തിന്. കാരണം താൻ കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ലാതെ ഒരു നിമിഷം ബാലേന്ദ്രന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ആദ്യം എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗംഗേട്ടനോട് പോയി കാര്യങ്ങളൊക്കെ തിരക്കിയത്. ഗംഗേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു. അന്നത്തെ ആ കുഞ്ഞു മരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അത് അലീനയാന്നുള്ള കാര്യങ്ങള്. അലീന മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അലീനയെ ഒരു ഓർഫനേജിലാക്കിയിരിക്കുമായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കൈതയ്ക്കൽ മാളയ വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അലീനയെ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. പിന്നെ അലീനയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവളുടെ ബ്രിജിത്ത മമ്മിയ. അത് കേട്ടപ്പം രോഹിത് ഒന്നും മിണ്ടാതെ ഒരു അന്താളിപ്പോട് കൂടി ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അത് മാത്രമല്ല, അലീനയ്ക്ക് അറിയായിരുന്നു തന്റെ അമ്മയും സഹോദരങ്ങളുമായി കുടുംബത്തിലുള്ളതെന്ന്. അതറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ഈ കടപ്പാട്ട് വീട്ടിലേക്ക് വന്നത്. തന്റെ അനുജത്തിമാരെ അനുജനെ എല്ലാം അവൾ അകമഴിഞ്ഞ് സ്നേഹിച്ച അത് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാ. രോഹിത് ഒരു നിമിഷം ശ്വാസം വലങ്ങിയതുപോലെ ഇരിക്കുവാണ്. കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേങ്കില് വൈജയന്തിക്ക് അറിയത്തില്ല താന് പ്രസവിച്ച കുഞ്ഞ് ജീവനോടെ ഉണ്ടോ മരിച്ചോന്ന്. അവളും മരിച്ചെന്ന് തന്നെയാണ് കരുതുന്നത്. ആ കുഞ്ഞു മരിച്ചെന്ന് കരുതിയിട്ടാണ് എപ്പോഴും അവൾ ഇരിക്കുന്നത്. അവള് ജീവനോടെ ഉണ്ട്, അവളാണ് അലീന എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് അവൾക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അലീന ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അലീനയോട് അലീനയുടെ ബ്രിജിത്തമ്മ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആ അമ്മയുടെ മകളാന്ന് ഉള്ള കാര്യങ്ങൾ പറയരുതെന്ന്. അത് അവൾ അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ അവളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. അങ്ങനെയാ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയത്തൊക്കെ ബാലേന്ദ്രന്റെ മുഖത്തേക്ക് കണ്ണു നട്ടിരുന്ന രോഹിത് പെട്ടെന്ന് മുഖം കുനിച്ചിരിക്കുകയാണ്. ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ ആ അരണ്ട വെളിച്ചത്ത് ഒരു കാര്യം ബാലേന്ദ്രന് മനസ്സിലായി. അവൻ കുനിഞ്ഞിരുന്ന് കരയുവാന്ന്. അവന്റെ മനസ്സിൽ കൂടെ നൂറ് ചിന്തകളാ. എങ്ങനെ ചിന്തിക്കാതിരിക്കും? അലീന ഇവിടെ വന്നപ്പോ മുതലുള്ള കാര്യങ്ങളാ. താന് അലീന ചേച്ചി ഒരു ശത്രുവായിട്ട് കണ്ടു, വല്ലാത്തൊരു ഭാവത്തോട് കൂടിയിട്ട്. കാരണം ഒരിക്കലും അലീന ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ടു പോകണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അലീന അടുത്ത് രോഹിത് ആദ്യമൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ശത്രുവായിട്ട് കണ്ടു. വല്ലാത്ത രീതിയിൽ മോശം പെണ്ണുങ്ങളോട് പെരുമാറുന്ന പോലെ പോയി പെരുമാറി. അതൊക്കെ അലീന ചേച്ചിക്ക് അറിയായിരുന്നു. അന്നൊക്കെ താൻ അലീന ചേച്ചിയുടെ കൂടപ്പുറപ്പായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അലീന ചേച്ചി അത്രയൊക്കെ താൻ തെറ്റുകൾ ചെയ്തിട്ടും അലീന ചേച്ചിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചിട്ടും വയറ്റി കത്തി കുത്തി ചേർക്കാൻ ശ്രമിച്ച് അന്ന് അലീന ചേച്ചി രക്ഷപ്പെടാൻ ശ്രമിച്ച് താൻ എത്ര വലിയ മഹാപരാധമാണ് ചെയ്തത്. തന്റെ സ്വന്തം പെങ്ങളാണ്. എന്നിട്ടാണ് അതൊക്കെ ഓർക്കുമ്പോൾ രോഹിത്തിന് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. രോഹിത്തിരുന്ന് വിങ്ങി കരയുന്ന കണ്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ കരയുമൊന്നും വേണ്ട. ഇത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആദ്യം അവളെ കൊല്ലണോ അതോ ഞാൻ ആത്മഹത്യ ചെയ്യണോ, അങ്ങനെ നൂറ് ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിൽ. അതുവരെ രോഹിത്തിന് മനസ്സിലുണ്ടായിരുന്ന ആ അമ്മയുടെ രൂപം അങ്ങനെ പൊട്ടിച്ചെതറി പോവാണ്. കാരണം ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചോണ്ടിരുന്നേ. അലീന ചേച്ചി ആദ്യം വിചാരിച്ച അച്ഛന്റെ മകളാന്ന് വിചാരിച്ചോണ്ടിരുന്നേ. പക്ഷെ അതും അല്ലെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സത്യാവസ്ഥ മനസ്സിലാവുന്നേ. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടാണോ അമ്മ ഇത്രയും കാലം മുമ്പിൽ തങ്ങളുടെ എല്ലാം മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ അതൊക്കെ ഓർത്തപ്പം രോഹിത്തിന് നിയന്ത്രിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് രോഹിത്തും മെല്ലെ മുഖം ഉയർത്തിയിട്ട് പറഞ്ഞു, അച്ഛനോടിത് അച്ഛന് എന്നോട് നേരത്തെ പറയായിരുന്നു, പറയാനുള്ള സമയമായിട്ടെല്ലാം തോന്നി. ഇപ്പൊ നീ ഇത് ചോദിച്ചുകൊണ്ട് വന്നുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. പിന്നെ കൃഷ്ണമോൾക്കറിയാം. കൃഷ്ണമോൾക്കോ? അതെ, ഒരു ദിവസം അവളോട് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം അവള് പറയാതിരുന്നേ. അപ്പോഴേക്കും രോഹിത്ത് ഓർത്തു, ശരിയാ, കൃഷ്ണമോൾക്ക് പണ്ടേ അലീന ചോദിച്ചൊരു സ്നേഹമായിരുന്നു. ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയാവോ, ഒരു ദിവസം ഞാൻ ഇവിടുന്ന് അവളെയും കൊണ്ട് ഇറങ്ങിപ്പോയത്. അന്ന് കൃഷ്ണമോള് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കൃഷ്ണമോളോട് എനിക്ക് ആ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. അല്ലെങ്കിലും അവൾ അലീനയോട് പണ്ടേ തൊട്ട് താല്പര്യമായിരുന്നല്ലോ. സ്വന്തം ചേച്ചിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഒന്നുകൂടെ ഇഷ്ടം കൂടി. നിന്റെ അമ്മ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ അവൾക്ക് ചില സമയത്ത് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തോന്നും. പക്ഷെ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അവൾ കാര്യങ്ങളൊന്നും പറയാത്തെ. അല്ല, അങ്ങനെയായിരുന്നു അച്ഛാ, ഇതെന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ അലീന ചേച്ചി ഇങ്ങനെയൊന്നും കാണില്ലായിരുന്നല്ലോ. സാരമില്ല പോട്ടയുടെ മോനെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു പോയില്ലേ. രോഹിത്ത് ഏങ്ങലടിച്ച് കരയുന്ന സമയത്ത് രോഹിത്തിന്റെ തോളത്ത് പതുക്കെ തട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്ന വേണം.
രോഹിത്താണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഒടുവില് ഷർട്ടിന് തുമ്പൊക്കെ ഓർത്ത് ഇങ്ങനെ മുഖം തുടച്ചുവേണം. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, നീ വിഷമിക്കാതിരിക്കുക. ഇനിയിപ്പോ ഇവനിങ്ങനെ ഞാൻ ചെന്ന് ഇനി ആരുടെയും പറയുവോ എന്നൊരു ചിന്ത ബാലേന്ദ്രന്റെ മനസ്സിലുണ്ടായി. അതങ്ങ് പറഞ്ഞു പോയതാണ്. ഇവൻ വന്ന് ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എത്ര നാളിത് മൂടി വെക്കാൻ പറ്റും? ഒത്തിരി കാലം ഒന്നും മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രായപൂർത്തിയായ കുട്ടികളാ, അവർക്ക് ഓരോ സംശയങ്ങളൊക്കെ കാണും. അമ്മ ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ ചീത്ത പറയുകയും ഓരോന്നൊക്കെ കുത്തി പറയുകയും ചെയ്ത സമയത്ത് അച്ഛനിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മണ്ണുണ്ണിയായിട്ട് നിൽക്കുന്ന കാണുമ്പോ മക്കൾക്കാണുള്ള സംശയം തോന്നത്തില്ലേ? അപ്പൊ അച്ഛൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു ചിന്ത സ്വാഭാവികമായിട്ട് ആർക്കെല്ലാം ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ രോഹിത്തിനുണ്ടായത്. അതുകൊണ്ടാണ് രോഹിത്ത് വന്ന് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ തിരക്കിയത്. അത്രയും നാളും ബാലേന്ദ്രനും പിടിച്ചു വന്നു. ഇനി പറയാതിരിക്കാൻ പറ്റാത്തോണ്ടാണ് ബാലേന്ദ്രൻ ആ സത്യം തുറന്നു പറയുകയും ചെയ്തത്. കുറച്ചു കഴിഞ്ഞപ്പോ രോഹിത്ത് കരഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോ ബാലേന്ദ്രൻ ഒരു തേങ്ങല് കേട്ടു. പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന് കരയുന്ന രോഹിത്തിനെ കണ്ട മുറിയിലേക്ക് പോകാതെ അവൻ ആ പാസേജിൽ കുത്തിയിരുന്ന കരയാണ്. പെട്ടെന്ന് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോയി അവനെ പിടിച്ചെഴുന്നേപ്പിച്ചു. ഇതെന്താന്നും ചോദിച്ചോണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവനെ അവന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ കട്ടിലെ പിടിച്ചെടുത്തി. അതെ, അവിടെ ഇരുന്ന് ഇങ്ങനെ കരയരുത്. കരച്ചിൽ കേട്ടോണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് തുറന്നു പറയായിരുന്നു. തുറന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എങ്കില് അലിയൻ ചേച്ചി എനിക്ക് കുറച്ചുകൂടെ നേരത്തെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നോ? എടാ, നീ ഇങ്ങനെ സില്ലി ആയാലോ? നാളെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട ആള് നീയല്ലേ? എല്ലാവർക്കും വേണ്ടുന്ന ധൈര്യം കൊടുത്ത് എല്ലാരും മുന്നോട്ട് നയിക്കേണ്ടവൻ ഈ കുടുംബത്തിന്റെ അടുത്ത ഗൃഹനാഥൻ നീയല്ലേ? അപ്പൊ പിന്നെ നീ ഇങ്ങനെ സില്ലി ആയാലോ? എന്നാലും വേണ്ടിയിരുന്നല്ല അച്ഛാ. അച്ഛൻ എന്തുകൊണ്ടാ ഇത് മറച്ചു വെച്ചത്? അച്ഛൻ അലിയനി ചേച്ചി ഇഷ്ടമായിരുന്നില്ലേ? എനിക്കിഷ്ടമായിരുന്നു. അത് വൈജയുടെ മകളായതുകൊണ്ടോ നിന്റെയൊക്കെ ചേച്ചി ആയതുകൊണ്ടല്ല. എനിക്ക് അവളുടെ സ്വഭാവം ഇഷ്ടമായിരുന്നു. അവൾ എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെക്കാളും കൂടുതലായിട്ട് ഒരു മകൾ അച്ഛനോട് സ്നേഹം കാണിക്കുന്ന പോലെ അവൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നേ. ആ സ്നേഹം എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഒരു പക്ഷേങ്കില് നാളെ വൈജി ഇത് അറിയണ സമയത്ത് ചിലപ്പോ നിങ്ങളെല്ലാരും കൂടെ ഒന്നാവും, കാര്യങ്ങളൊക്കെ ശുഭമാകും. പക്ഷെ എന്റെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തായി തീരും? വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം പിന്നെ ബാലേന്ദ്രൻ ഇല്ല. നിനക്കറിയാലോ നിന്റെ അമ്മയുടെ സ്വഭാവം. ഒരുപക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഒപ്പം ജീവിക്കാനും താല്പര്യപ്പെടില്ല. അല്ലെങ്കിലും എനിക്ക് അവളോടൊപ്പം ഒരു ജീവിതവും ഇല്ല. നിങ്ങളുടെ ഈ വളർച്ചഘട്ടത്തില് ഇങ്ങനൊരു പ്രതിസന്ധി അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സത്യങ്ങളൊന്നും തുറന്നു പറയാത്തെ. ഇത്തിരി കഴിയുമ്പോ എല്ലാം പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം ഞങ്ങൾ തമ്മിൽ പഴയതുപോലെ ഒരു ജീവിതം ഉണ്ടാകാനും പോകുന്നില്ല. അത് കേട്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര വിഷമായി. രോഹിത്ത് ഇങ്ങനെ ഒന്ന് ബാലേന്ദ്രനെ നോക്കി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ശരിയാടെ മോനെ, നിനക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങള്. നിനക്ക് കാര്യപ്രാപ്തി കഴിവൊക്കെ ഉള്ളവനല്ലേ? ഒന്നുമല്ലേ ഇത്ര പ്രായമൊക്കെ ആയല്ലോ, കാര്യങ്ങളൊക്കെ വേർതിരിച്ചറിയാൻ പറ്റുമല്ലോ. അല്ല, അലിയനി ചേച്ചി ഇപ്പോഴെവിടെയാന്ന് അച്ഛൻ പറഞ്ഞില്ല. അലിയനി ചേച്ചിയെ കുളത്തൂപ്പുഴയുടെ വീട്ടിലേക്ക് കൊണ്ടേ വിട്ടു. അവിടെ ജോലിക്കാരിയാന്ന് പറഞ്ഞു. പക്ഷെ അലിയനി ചേച്ചിക്ക് അവിടെ എന്താ ജോലിയെന്ന് പോലും ഇതുവരെയായിട്ടും അച്ഛൻ പറഞ്ഞിട്ടുമില്ല. അലിയനി ചേച്ചി വിളിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു മുതലാളിയുടെ വീട്ടിലാന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ വെറുതെ എന്താളും കൊണ്ടേ വിടലെന്നറിയാം. അലിയനി ചേച്ചി അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ എന്നൊക്കെ രോഹിത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹം വെച്ച് വൈജയന്തിക്ക് ഒരാളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അയാളുടെ മകളാണ് അലീന എന്നുള്ള കാര്യം. ഒടുവില് ഞാൻ അയാളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തപ്പി കണ്ടുപിടിച്ചു. അലീനയുടെ അച്ഛന് സ്റ്റാൻലി ജോസഫാണ്. കുളത്തൂപ്പുഴയിലാണ് അയാൾ താമസം. അയാളുടെ അഡ്രസ്സ് തപ്പി കണ്ടുപിടിച്ച് അയാളെ കാര്യങ്ങളൊക്കെ അറിയിച്ചു. അങ്ങനെ അയാളുടെ വീട്ടിലാണ് അലീന ഇപ്പം. ഒരു നിമിഷം ആശ്ചര്യത്തോട് കൂടിയിട്ട് രോഹിത് ബാലേന്ദ്രനെ നോക്കി. അല്ല, അങ്ങനെയാണെങ്കിൽ അമ്മ എപ്പോഴെങ്കിലും ഇത് അറിയുവാണെങ്കിൽ അമ്മ അറിയുന്നതാണ് പ്രധാന കാര്യമെങ്കിൽ നിനക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അറിയിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നെ അച്ഛൻ ഇവിടെ കാണത്തില്ല, അറിയാലോ. നിനക്ക് വേണേ ബബിതയോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. എന്ത് വേണം നിനക്കൊരു തീരുമാനം എടുക്കാം. വേണ്ടച്ചാ വേണ്ട, എനിക്ക് അച്ഛനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എങ്കിൽ ശരി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവന്റെ തോളത്തൊന്ന് തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷെ രോഹിത്തിന് ഉറങ്ങാൻ പറ്റുമോ? കാരണം ഒരു ഉഗ്ര സ്ഫോടനമാണ് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കണേ. ഇത്രയും കാലം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ശരി. അച്ഛൻ തെറ്റ് ചെയ്യുന്ന കരുതി ഇരുന്നാണ്. പക്ഷെ ഇവിടെ തെറ്റുകാരി അമ്മയാണ് എന്നൊരു ചിന്ത. കാരണം രോഹിത്തിന് മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു. രോഹിത് പോയി ലാപ്ടോപ്പ് ഓണാക്കി. അന്ന് രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോസുകൾ അലീനയും രേവതിക്കുട്ടിയുടെ എല്ലാവരുടെയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും രോഹിത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. അവന്റെ മനസ്സിൽ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെ മിന്നുമായുമാണ്. പാവ അലീന ചേച്ചി ഇവിടെ വരുമ്പോ ആദ്യമായിട്ട് താൻ അലീന ചേച്ചിയെ കണ്ടത് തനിക്ക് ദേഷ്യം വൈരാഗ്യമൊക്കെയായിരുന്നു.
പലപ്പോഴും താന് അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു കൊണ്ടോന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അലീന ചേച്ചി താൻ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ട്, തെറ്റിലേക്ക് വഴി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ താൻ ഓരോ പ്രലോഭനങ്ങളിൽ പെടുന്ന സമയത്ത് അലീന ചേച്ചി എല്ലാം തനിക്ക് പറഞ്ഞു എന്ന് അങ്ങനെ പോവരെന്ന്. അന്തിനായിട്ട് റബ്ബർ തോട്ടത്തിലേക്ക് അവളെയും വിളിച്ചോണ്ട് ശരണ്യയും വിളിച്ചോണ്ട് അവൻ പോകുന്ന സമയത്ത് അന്ന് അലീന ചേച്ചി തന്നെ തടഞ്ഞാണ് ഹരിയോടൊപ്പം ഒരു കൂട്ടുകെട്ടിന് പോവരെന്ന്. പക്ഷെ താനിത് കേട്ടില്ല. ഇതേ മുറി വെച്ച് കത്രിക കൊണ്ട് സ്വയം വയറ്റത്തിൽ കുത്തി ഇങ്ങനെ ചോര ഒലിപ്പിച്ച് വീടുന്ന സമയത്ത് അലീന ചേച്ചി എന്നോട് പറഞ്ഞത് പോയിക്കോ, പോയി രക്ഷപ്പെടാനാ പറഞ്ഞത്. അത് മാത്രമല്ല പലതും തനിക്ക് വേണ്ടി അലീന ചേച്ചി സഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രോഗത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. തന്റെ കൂടപ്പുറപ്പായതുകൊണ്ടല്ലേ തനിക്ക് ഇതിനു വേണ്ടി ഇത്രമാത്രം സഹിച്ചേ. പക്ഷെ താൻ അതൊന്നും വില വെച്ചില്ല. തനിക്ക് അറിയില്ലായിരുന്നു ഇത്രമാത്രം നല്ലൊരു ചേച്ചിയായിരുന്നു തനിക്ക് കിട്ടിയെന്ന്. ഒരു പക്ഷേങ്കില് പിന്നീട് താന് ആ സ്നേഹം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു തൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിലെന്ന് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്നു കൊടുത്തിരുന്നു. ബാലേന്ദ്രന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങോട്ട് ഇറങ്ങി വന്നു. ബാലേന്ദ്രൻ പതിവ് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടില്ല കോഫിയെ കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും രോഹിത്തിന് മുഖം ശ്രദ്ധിക്കുന്നേ. അല്ല, നിന്റെ മുഖത്തിന് എന്ത് പറ്റി? ഇന്നലെ നീ ഉറങ്ങിയില്ലേ? ഒന്നുമില്ല. നിന്റെ മുഖം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കും, പ്രശ്നമാവെന്ന് പറഞ്ഞു. അച്ഛാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അലീന ചേച്ചിയെ കാണണം. അലീനെ കാണുന്ന എന്നെ ഒന്ന് കൊണ്ടുപോവാ അച്ഛാ, എനിക്കല്ല ഭ്രാന്ത് പിടിക്കും. എടാ മോനെ, കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വന്നല്ലേ ഉള്ളൂ, ഇന്ന് പറ്റില്ല, നാളെപ്പാം, എനിക്ക് പോണം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് വാശി പിടിക്കുകയാണ്. കൊച്ചു കുട്ടികളെ പോലെ അവനവന്റെ അലീന ചേച്ചിയെ കാണണം. ഇനി കാണാതിരിക്കാൻ പറ്റില്ല. താൻ ചെയ്തു പോയ തെറ്റിനൊക്കെ കാല് പിടിച്ച് പ്രായച്ചിത്തം പറയണം. തെറ്റായി പോയെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് കാല് പിടിക്കണം. അതാണ് അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ. കാരണം സ്വന്തം സഹോദരിയോട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സ്നേഹപൂർവ്വം തന്നോട് പറഞ്ഞു ഉപദേശിച്ച് തന്നെ തിരുത്തിയെടുക്കാനായിട്ടാണ് അന്ന് ശ്രമിച്ചത്. അന്നൊക്കെ താൻ ശത്രുവായിട്ട് കണ്ടു. ഇപ്പോഴാണ് രോഹിത്തിന്റെ അലീനയുടെ വില മനസ്സിലാകുന്നത്. അലീന ആരാന്നും എന്താന്നും ഒക്കെ. അങ്ങനെ ആ കാല് പിടിച്ച് മാപ്പ് പറയാതിരിക്കാൻ രോഹിത്തിന് പറ്റുമോ? അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും അലീനയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ രോഹിത്തിനെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി കഥകൾ അറിയാനായിട്ട് കാത്തിരിക്കാട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയണെന്ന്. അപ്പൊ ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എന്താ ബാക്കി സംഭവിക്കുന്ന അറിയണ്ടേ അലീനയെ പോയി കണ്ടതിന് ശേഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.